കോക്ടെയിലിൻ്റെ സരിതായണ വാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സരിതയുടെ മൊഴിയെടുക്കൽ വാരത്തിൽ ഇന്നത്തെ ദിവസവും ചടങ്ങുകളെല്ലാം മുറ തെറ്റാതെ നടന്നു. രാവിലെ 9-ന് മാധ്യമങ്ങളെ കാണൽ, 11-ന് മൊഴി കൊടുക്കൽ, ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണത്തോടനുബന്ധിച്ച് വീണ്ടും മാധ്യമങ്ങളെ കാണൽ, 2-ന് വീണ്ടും മൊഴി കൊടുക്കൽ, അതിനുശേഷം വീണ്ടും മാധ്യമങ്ങളെ കാണൽ, അങ്ങനെ കണക്കിലെ പുലിയായ സരിത ഓരോ ദിവസത്തെ മൊഴി കൊടുക്കലിലും കണക്ക് വെച്ച് സർക്കാരിൻ്റെ ഓരോ ആണിയായി അടിച്ചിളക്കുന്നുണ്ട്. കടുവായെ കിടുവ പിടിച്ചു എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ കിടുവയല്ല, കിടുവച്ചിയാണ് പിടിച്ചു കളഞ്ഞത്. അത് എനിക്ക് കിട്ടുന്നത് നമ്മളെ പോലുള്ളവർക്ക് കിട്ടുന്ന സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആണ്. അതൊരു നല്ലൊരു ഏജൻസി അന്വേഷിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളൂ. അതിനിപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു ഞാൻ തന്നെ തെളിവ് കൊണ്ടുവന്ന അതല്ല. ഇതൊരു അന്വേഷണം വരട്ടെ, അന്വേഷണം വരുമ്പോൾ ഞാൻ അതിന്റെ കാര്യങ്ങൾ ചെയ്യും. ബെന്നി ബെഹനാൻ സാറിന്റെ സൗണ്ട് എന്നേക്കാൾ കൂടുതൽ സമയം ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും ഇവിടെയുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരും കേട്ടിരിക്കും. അത് അദ്ദേഹത്തെ ഓരോരുത്തരുടെ പൊസിഷനാണ്, അവരെ കൊണ്ട് അത് അങ്ങനെയുള്ള റെസിസ്റ്റ് ചെയ്തോട്ടെ, അതിനെന്താ. എനിക്ക് തെളിയിക്കാൻ പറ്റുമോ? സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആയിക്കോട്ടെ, മെറ്റീരിയൽ എവിഡൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഹാർഡ് ഡിസ്കോ അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള എന്തെങ്കിലും എവിഡൻസ് ആയിക്കോട്ടെ, അത് വെച്ച് എനിക്ക് തെളിയിക്കാൻ പറ്റുന്ന ആരോപണങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. ബാക്കിയുള്ളത് എനിക്ക് ചിലപ്പോൾ അറിയായിരിക്കും, പക്ഷെ ഞാൻ പറയും. തരികിട മുഖ്യമന്ത്രി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഇതെല്ലാം വർദ്ധിക്കുകയേ ഉള്ളൂ. ഉമ്മൻചാണ്ടി സോളാർ കമ്മീഷന് മുമ്പ് നൽകിയ മൊഴി പൂർണ്ണമായും പച്ചക്കള്ളമായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്ന തെളിവുകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. കണ്ടാമൃഗത്തേക്കാൾ വലിയ തൊലിക്കെട്ടി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ആ സ്ഥാനത്ത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ കീശയിൽ കാശിട്ട് കാശ് പോയവരെ എല്ലാം ചേർത്ത് അസോസിയേഷൻ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണത്രേ സരിത. അസോസിയേഷൻ പ്രസിഡൻ്റായി ബിജു രമേശിനെ നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ്. സർക്കാരിന് അദ്ദേഹത്തിൻ്റെ വകയായുള്ള ആണിയടിക്കലാണ് ഇനി. സോളാറിലെ സരിതയുടെ പെർഫോമൻസ് കണ്ട് ചാണ്ടി സാറിൻ്റെ ഗതി ഓർത്ത് ഊറി ചിരിക്കുകയായിരുന്ന ചെന്നിത്തലാജിയുടെ ചിരി മാറ്റിയിരിക്കുകയാണ് ബിജു രമേശ് സാർ. പാവം മാണി സാറൊക്കെ കാശ് ചോദിച്ചു മേടിക്കും എന്നേ ഉള്ളൂ. പക്ഷേ ഈ ചെന്നിത്തലാജിയുടെ പരിപാടി ഹഫ്ത പിരിവാണത്രേ. PCC ഓഫീസിൽ പൈസ കൊടുക്കണമെന്ന് ബാബു നിർദ്ദേശിച്ചതനുസരിച്ചിട്ടാണ് അസോസിയേഷൻ പെട്ടെന്ന് പൈസ പിരിക്കാൻ തുടങ്ങുകയും ആ സമയത്ത് പിരിച്ചതിൻ്റെ ഫണ്ട് 2 കോടി രൂപ അവിടെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് ഏൽപ്പിച്ചു വന്ന് മീറ്റിങ്ങിൽ ഞങ്ങളുടെ ഇരിക്കുന്ന മീറ്റിങ്ങിൽ ധനേഷും രാജ്കുമാർ അവരെല്ലാം കൂടെ അവതരിപ്പിച്ചതാണ്. പല പ്രാവശ്യമായിട്ട് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള പണപ്പിരിവ് നടന്നിട്ടുണ്ട്. അതൊരു നമുക്ക് ബിസിനസ് ഇവിടെ കേരളത്തിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ ഇവർ ചോദിക്കുമ്പോൾ ഈ ഹഫ്ത പിരിക്കുമ്പോൾ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ചോദിക്കുന്ന പൈസകൾ ലക്ഷങ്ങളും കോടികളും അവർ പറയുന്ന സ്ഥലത്ത് എത്തിച്ചില്ലെങ്കിൽ ഈ വ്യവസായം നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടിയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ചയിൽ പറഞ്ഞപ്പോഴാണ് അസോസിയേഷൻ്റെ ഞങ്ങളുടെ പിരിച്ച പൈസ പിരിച്ചുകൊണ്ട് പോയി, ഈ പൈസയും പോയി, അവസാനം പിന്നെ കേസുകളും പിന്നെയും വരുന്നു. നമ്മൾ ഈ പറഞ്ഞു കഴിയുമ്പോൾ അതാണ് പേടിക്കുന്നത്. ഇപ്പോൾ തന്നെ പറഞ്ഞപ്പോൾ തന്നെ വന്ദന സുഹാൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് എന്നെ അടിയന്തരമായിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്ന്. അപ്പോൾ ഞാൻ ഈ ഞങ്ങളുടെ നിന്ന് പിരിച്ചുകൊണ്ട് പോയ പൈസ ഒന്നുകിൽ ഈ പൈസ അവർക്ക് കിട്ടിയോ ഇല്ലയെന്ന് അറിയണം. എനിക്ക് കാറ്റുള്ളപ്പോൾ തൂറ്റാൻ ഈ മന്ത്രിസഭയിലെ ആർക്കും പ്രത്യേകം പഠിപ്പിച്ചു കൊടുക്കേണ്ടല്ലോ. അങ്ങനെ തൂറ്റിയതിൻ്റെ ഗതികേടാണ് ഇപ്പോൾ ആശാന്മാർ അനുഭവിക്കുന്നത്. കാശിനായി കീശയിൽ കൈയിട്ടവരുടെ കയ്യ് തല്ലിയൊടിക്കാനാണത്രേ ബിജു സാറിൻ്റെ പ്ലാൻ. കെ ബാബു പറഞ്ഞിട്ട് തന്നെയാണ് ആ സമയത്ത് ഇവിടെ വിളിച്ചിട്ട് കൃഷ്ണദാസാണ് വിളിച്ച് പറയുന്നത് അത്യാവശ്യമായിട്ട് 25 ലക്ഷം രൂപ കൊടുത്ത് ക്യാഷ് കൊടുത്ത് ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ക്യാഷ് അവിടെ നിന്ന് വരും ആൾ വരും കൊടുത്തു വിടണമെന്ന് കൊണ്ടുപോയി കൊടുത്തു വിട്ടത് മാസം എന്ന് പറഞ്ഞ ആളുടെ അവർ തന്നെ ഇവിടെ വന്നിട്ടാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വളരെ ആ ട്രാൻസാക്ഷൻ എനിക്ക് വളരെ ക്ലിയറാണ്, ക്ലിയർ ആയിട്ട് അറിയാമെന്നുള്ള ട്രാൻസാക്ഷനാണ്. ആ കൊണ്ടുപോയി കൊടുത്തതിന് 25 ലക്ഷം രൂപ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വാസുവിനെ ഏൽപ്പിച്ചു എന്ന് പറയുകയും ചെയ്തു. ഈ 2 കോടി രൂപ KPCC കൊടുത്ത പ്രത്യേകിച്ചൊരു കാര്യം നേടാൻ വേണ്ടിയല്ല. ഇവിടെ മനസ്സമാധാനമായി സ്വസ്ഥമായി ബിസിനസ് ചെയ്യണമെങ്കിൽ ചോദിക്കുന്ന പൈസ ചോദിക്കുന്ന സ്ഥലത്ത് എത്തിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം കാര്യം കെ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ബാറിനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അതിനകത്തുള്ള പ്രശ്നങ്ങളും അതിനകത്തുണ്ടായ നൂലാമാലകളും കഴിഞ്ഞ UDFൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം തോളോട് തോൾ നിന്ന് ഞങ്ങളെ സഹായിക്കാനും എല്ലാ കാര്യത്തിനും കൂടെ നടന്നൊരു വ്യക്തിയാണ്. അതിൽ ബാറ് നടത്തുന്ന എങ്ങനെയെന്ന് സാധാരണ ഒരാളിനേക്കാളും ഒരു ബാറ് നടത്തുന്ന ആളിനേക്കാളും വ്യക്തമായിട്ട് ബാബുവിന് അറിയാം. ബിജു എഫക്റ്റിൽ മന്ത്രിപ്പണി മതിയാക്കേണ്ടി വന്ന ബാബു സാർ സർക്കാരിൻ്റെ പൊന്നോമന പുത്രനായി തിരിച്ചു വന്നുവല്ലോ. ഉമ്മൻചാണ്ടിയുടെ കസേരയുടെ നെട്ടുമുറുക്കാൻ ബാബു സാറിൻ്റെ ബോൾട്ട് കൊണ്ടേ കഴിയുമത്രേ. എന്തൊരു ഭാഗ്യവാൻ.
എന്നെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു വരിക എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നില്ല, പരിപാടിയായിരുന്നില്ല. അതേ സമയത്ത് ഹൈക്കോടതിയിൽ പോയി FIR ഇടാനുള്ള തീരുമാനത്തിന് സ്റ്റേ വാങ്ങണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഞാൻ അതനുസരിച്ച് പ്രവർത്തിക്കുകയും എന്നെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം എന്നോട് വളരെ നന്നായി എന്നുള്ളൊരു അഭിപ്രായമാണ്. മുഖ്യമന്ത്രിയുടെ കസേരയുമായി വലിയ ബന്ധമില്ലാത്ത പാവം മാണി സാറിൻ്റെ കാര്യമാണ് കഷ്ടമായി പോയത്. സംഗതി ഇത്രയൊക്കെ ആയിട്ടും ബാബു സാറിന് അകത്തും മാണി സാറിന് അടുക്കളയിലുമാണ് ആഹാരം. ഇപ്പം എൻ്റെ രക്തത്തിന് വേണ്ടി പലരും ദാഹിച്ചിട്ടുണ്ട്, എന്നെ വേട്ടയാടിയിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിലൊക്കെ അങ്ങനെ കിടക്കും. എനിക്കതിൽ വലിയ പരിഭവമോ ആരോടെങ്കിലും പ്രതിഷേധമോ ഇല്ല. ഞാനെല്ലാം ഇതൊക്കെ ജീവിതത്തിൽ കേട്ടും കണ്ടും ക്ഷമിച്ചും സഹിച്ചുമൊക്കെ പോവുകയാണ്. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെയല്ല പറയാനുള്ളൂ. യു ക്യാൻ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. കുറേയൊക്കെ നിങ്ങൾക്ക് വിടുക, ഞാൻ അതൊക്കെ നിങ്ങളത് കാണും. പക്ഷെ എനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു ചിന്ത. നീതി ലഭിച്ചിട്ടില്ല, അതിവിടെ നന്നാ നീതി കിട്ടേണ്ട സ്ഥാനങ്ങളിൽ നിന്നും എനിക്ക് നീതി കിട്ടിയിട്ടില്ല. കുമ്പളങ്ങ മോഷണം പോയി എന്ന് ആരോ വിളിച്ചു പറഞ്ഞപ്പോൾ മുതുക് തട്ടി നോക്കിയ ഒരു വിദ്വാൻ്റെ കഥയുണ്ട്. അതുപോലെ അമാന്യന്മാരുടെ ഇടയിൽ പെട്ടുപോയ ഷിബു ബേബി ജോൺ സാറിന് മാന്യനാണെന്ന് സ്വയം തെളിയിക്കേണ്ടി വരികയാണ്. പാവം. സരിത എന്ന പേര് കേൾക്കുന്നത് തന്നെ വെറുപ്പാണെന്ന് ഒന്ന് കടത്തി പറഞ്ഞു കളഞ്ഞു ടിയാൻ. സരിത എസ് നായർ, എനിക്ക് ആ പേര് പറയാൻ പോലും ഉറപ്പാണ്. എന്തോ എങ്ങനെ സരിത എസ് നായർ എന്ന് പറയുന്ന സ്ത്രീയുടെ ചില വെളിപ്പെടുത്തലുകൾ എന്തോ എങ്ങനെ ഞാനൊന്ന് മാത്രം ചോദിക്കുന്നു. മാധ്യമ സുഹൃത്തുക്കളടക്കം നിങ്ങൾ ഇതെല്ലാം ഇത് ചെയ്യുന്നതാണ്, ഞാൻ കുറ്റം പറയുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു. പക്ഷെ ആരെയാണ് വിശ്വസിക്കേണ്ടത്? കേരളീയ സമൂഹം ആരെയാണ് വിശ്വസിക്കുന്നത്? കേരളത്തിലെ അമ്മമാരും സഹോദരിമാരും വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ആരെയാണ് വിശ്വസിക്കുന്നത്? യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാതെ സ്വന്തം ശരീരത്തിന്റെ ഫോട്ടോ എടുത്ത് അതുപോലും വാട്സാപ്പിൽ പ്രദർശിപ്പിച്ച ഒരു വ്യക്തിത്വത്തെയാണോ വിശ്വസിക്കുന്നത്? അതോ ലക്ഷോപലക്ഷങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണോ ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത്? സരിത തെളിവ് കൊണ്ടുവന്നു നാണം കെടുത്തി. ഇനിയിപ്പോൾ മിണ്ടാതെ ഒരു മൂലക്കിരിക്കുന്നതല്ലേ ഷിബു സാറേ ആരോഗ്യത്തിന് നല്ലത്? അതെ, അതാണ് നല്ലത്. ഇനി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷയുടെ ഉപദേശ പ്രസംഗമാണ്. ഉമ്മൻചാണ്ടി സാറിന് ഈ പ്രസംഗവുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് തികച്ചും യാദൃച്ഛികം മാത്രം. മാധ്യമങ്ങൾക്ക് ഇത് എടുക്കാം, ഇതൊക്കെ നോക്കാം, അവർക്ക് എപ്പോഴും നോക്കാം. അവർ ആ ക്രിട്ടിക്കൽ ഐയിലൂടെ അത് കാണും. പക്ഷെ ഒറ്റ കാര്യം, തോമസ് സാർ പറഞ്ഞതുപോലെ അറിയാൻ വയ്യാത്ത ആളുകളെ വിളിച്ചിരുത്തിയിട്ട് ഇത് ചർച്ച ചെയ്യണം. കാരണം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കേണ്ട ഒരു കേസിൽ നോർമലി അക്യൂസ്ഡ് ഡസ് നോ സേ, അത് ലോയാണ്. ഒരു ഇൻവെസ്റ്റിഗേഷന്റെ സ്റ്റേജിൽ, ഒരു ഇൻക്വയറിയുടെ സ്റ്റേജ്, അതിനകത്ത് അക്യൂസ്ഡിന് യാതൊരു സേയും ഇല്ല സാധാരണഗതിയിൽ. അപ്പൊ ചിലപ്പോൾ ഇരുന്നുകൊണ്ട് അറിയാൻ വയ്യാത്ത ആളുകളും കൂടി ചോദിക്കും, അയാളെ ആ പാവത്തിനെ കേൾക്കാതാണ് ഈ ഓർഡർ പാസ്സാക്കിയെന്ന്. പാവത്തിനെ കേൾക്കാൻ പാടില്ല, അത് ലോയാണ്. അത് ഈ നിയമം പാസ്സാക്കിയ ജഡ്ജിക്ക് ഇത് കണ്ടോണ്ടിരിക്കാനല്ലാതെ വല്ലതും പറയാൻ പറ്റുമോ? ഈ വിധി പാസ്സാക്കിയ ജഡ്ജിക്ക് ഇത് കണ്ടോണ്ടിരിക്കാന്നുള്ള അല്ലാതെ പറയാൻ പറ്റുമോ? ഇവിടെ താൻ പറയുന്ന മണ്ടത്തരമാണ് ഇത്, അതേ പ്രതിയെ കേൾക്കാൻ പാടില്ല, പ്രതിക്ക് അവസരമൊന്നും ഇല്ല ഇതിനകത്ത് എന്നുള്ളത് അത് സുപ്രീം കോടതി പറഞ്ഞേക്കുന്നതാണ്. അത് പറയാൻ പറ്റുമോ? അത് പറയാനുള്ള ഒരു അവസരം ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. ബട്ട് അറിയാൻ വയ്യാത്ത ആളുകളടുത്ത് ജഡ്ജ്മെന്റിന്റെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളാവും. വിളിച്ചു പറയും, അത് മറ്റേ അയാളെ ഇന്ന ബന്ധുവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, ഇതൊക്കെ അങ്ങ് പറയുന്നത് വളരെ വിവരക്കെടാ വിളിച്ചു പറയുന്നത്. അതാ ഞാൻ അങ്ങനെ പറഞ്ഞു പോകും. അതുകൊണ്ട് ആ വിചാരണ നല്ലതല്ല. ഇന്നത്തെ സരിത കാഴ്ചകൾ ഇവിടെ തീരുകയാണ്. വീണ്ടും നാളെ കാണാം.